അടുത്ത ശ്രദ്ധിക്കുക, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ടിവിറ്റി നോക്കുമ്പോൾ ഇത് 2 ടൈപ്പ് ഓക്സൈഡ് ഉണ്ടാക്കും. ഒന്ന് E2O3, പിന്നെ ഒന്ന് E2O5. അപ്പോൾ ഏതൊക്കെ രണ്ട് ടൈപ്പ് ഓക്സൈഡ് ഉണ്ടാക്കുന്നത്? E2O3 ആൻഡ് E2O5. E2O3, E2O5. ഓക്കെ. ഇനി ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡ് കൂടുതൽ അസിഡിക്കാണ്. ഈ ഓക്സൈഡ് സാധാരണ അസിഡിക്കാണ്. ഓക്കെ. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡിനേക്കാൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ തന്നെ നൈട്രജനും ഫോസ്ഫറസും അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ് ഉണ്ടാക്കൽ, ആർസനിക്, ആൻറ്റിമണി, ആംഫോട്രിക് ഓക്സൈഡ്, ബിസ്മത്ത് ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ്. ഓക്കെ. ആദ്യം നേച്ചർ പറഞ്ഞേ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് അസിഡിക്. എഴുത്. 2 ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ്, E2O3 ആൻഡ് E2O5. അസിഡിക് ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എന്താണ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് അസിഡിക് ഓക്സൈഡ്, ആർസനിക് ആൻഡ് ആൻറ്റിമണി ആംഫോട്രിക് ഓക്സൈഡ്, ബിസ്മത്ത് ബേസിക് ഓക്സൈഡ്. അതിൽ അസിഡിക് ഓക്സൈഡിൽ E2O3 E2O5 ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ E2O3 +3 ആണ്, E2O5 +5 ആണ്. +5 ഓക്സൈഡ് +3യേക്കാൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. കേട്ടോ? +3 ഓക്സൈഡിനേക്കാൾ കൂടുതൽ അസിഡിക് ഏതായിരിക്കും? +5 ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ. ഐഡിയ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ആ അസിഡിക് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കൂടുതൽ അസിഡിക് ആവാനുള്ള കാരണം ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും ഈ സെൻട്രൽ ആറ്റത്തിൻ്റെ പോളറൈസേഷൻ പവർ കൂടും. പോളറൈസേഷൻ പവർ കൂടുമ്പോൾ അസിഡിക് ആക്കുന്നത് OH ഗ്രൂപ്പ് അല്ലേ? ആ ഒരു OH ഒരു എലമെൻറ്റുമായി കമ്പൈൻ ചെയ്യുമ്പം ആ എലമെൻറ്റിൻ്റെ പോളറൈസേഷൻ പവർ കൂടുന്തോറും ആ OH ഗ്രൂപ്പിൻ്റെ പോളാർ ക്യാരക്ടർ കൂടും, പൊളാരിറ്റി കൂടും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ അസിഡിക് ആവുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡ് N2O3 ആണോ കൂടുതൽ അസിഡിക്, N2O5 ആണോ? N2O5. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ തരത്തിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടും. അവിടെ ചോദിച്ചാൽ വിത്ത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. അത് ജനറൽ കെമിസ്ട്രിയാണ്. വിത്ത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് റിയാക്റ്റീവ് ടുവേർഡ്സ് ഹാലജനാണ്. റിയാക്റ്റീവ് ടുവേർഡ്സ് ഹാലജൻ നേരത്തെ പറഞ്ഞു. അത് 2 ടൈപ്പ് ഹാലൈഡ് ഉണ്ടാക്കും, EX3 EX5. 2 ടൈപ്സ് ഓഫ് ഹാലൈഡ് ഒക്കെ EX3 ആൻഡ് EX5 ആയില്ലേ? അതിൽ ട്രൈഹാലൈഡ്സ്, നൈട്രജൻ്റെ ട്രൈഹാലൈഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ട്രൈഹാലൈഡും സ്റ്റേബിളാണ്. നൈട്രജൻ്റെ ഒരേ ഒരു ട്രൈഹാലൈഡ് സ്റ്റേബിൾ ആയത് NF3 മാത്രമാണ്. കേട്ടോ? അപ്പോൾ ഓൾ ട്രൈഹാലൈഡ്സ് എക്സെപ്റ്റ് ട്രൈഹാലൈഡ് ഓഫ് നൈട്രജൻ ഈസ് ഏത് സ്റ്റേബിൾ. പക്ഷേ ദി ഓൺലി വൺ സ്റ്റേബിൾ ട്രൈഹാലൈഡ് ഓഫ് നൈട്രജൻ ഈസ് NF3. ക്ലിയർ ആയല്ലോ? ഇനി അതേസമയത്ത് കോവാലൻ്റ് ക്യാരക്ടർ ഏത് EX3ക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ EX3യേക്കാൾ കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള EX5-നാണ്. ഉദാഹരണത്തിന് PCl3 PCl5 രണ്ടും കോവാലൻ്റ് ആണ്. പക്ഷേ PCl5 മോർ കോവാലൻ്റ് ദാൻ PCl3. PCl5 മോർ കോവാലൻ്റ് ദാൻ PCl3. അതിന് കാരണം +5 ഓക്സിഡേഷൻ നമ്പർ +3യേക്കാൾ കൂടുതലല്ലേ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അതിൻ്റെ പോളറൈസേഷൻ പവർ കൂടും. മനസ്സിലായോ? പോളറൈസേഷൻ പവർ കൂടുമ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. ക്ലിയർ ആയോ? അപ്പോൾ EX5 മോർ കോവാലൻ്റ് ദാൻ EX3 ഏത് എലമെൻ്റ് ആയാലും. ദിസ് ഈസ് ബിക്കോസ് oxidation state of EX3 is +3 and EX5 is +5. EX5 is +5. With increase in oxidation number, polarization power increases. With increase in oxidation number, polarization power increases and hence covalent character increases. Okay, clear ആയില്ലേ? Then reactive towards metals ആണ്. റിയാക്റ്റീവ് ടുവേർഡ്സ് മെറ്റൽസ് എന്ന് പറയുമ്പം
യെസ്, പിന്നെ ഈ എലമെൻറ്റ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബൈനറി കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാൽസ്യം നൈട്രജനുമായി കമ്പയർ ചെയ്ത കാൽസ്യം നൈട്രൈഡ് CA3N2. കാൽസ്യം നൈട്രേറ്റിൻ്റെ ഫോർമുല CA3N2. പിന്നെ അതുപോലെ തന്നെ ഏത് ഫോസ്ഫറസുമായിട്ട് കാൽസ്യം കമ്പയർ ചെയ്ത കാൽസ്യം ഫോസ്ഫൈഡ്, അത് CA3P2. കാൽസ്യം ഫോസ്ഫൈഡിൻ്റെത് CA3P2. പിന്നെ സോഡിയം ആർസനിക്കുമായി കമ്പയർ ചെയ്ത സോഡിയം ആർസനൈഡ് അത് Na3As. സിങ്ക് ആൻറ്റിമണിയുമായി കമ്പയർ ചെയ്തിട്ട് സിങ്ക് ആൻറ്റിമൊണൈഡ് Zn3Sb2. അതുപോലെ തന്നെ ഏത് മെഗ്നീഷ്യം ബിസ്മത്തുമായി കമ്പയർ ചെയ്തിട്ട് മെഗ്നീഷ്യം ബിസ്മത്തൈഡ് Mg3Bi2. ഓക്കെ. ഇനി ഡൈ നൈട്രജൻ്റെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ നോട്ടിൽ നോക്കിയവേ മനസ്സിലാവും. ഡൈ നൈട്രജൻ്റെ പ്രിപ്പറേഷനിൽ ഒരു റിയാക്ഷൻ അമോണിയം ക്ലോറൈഡ് NH4Cl NaNO2 സോഡിയം നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഏത് കിട്ടും? അമോണിയം ക്ലോറൈഡ് NaNO2മായിട്ട് റിയാക്ട് ചെയ്താൽ ഏത് കിട്ടും? ശരിക്കും ആദ്യം കിട്ടൽ NH4NO2 കിട്ടൽ. NH4NO2 പ്ലസ് NaCl. ബാലൻസ് ചെയ്യേണ്ട, ഈക്വേഷൻ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ NH4NO2 അമോണിയം നൈട്രൈറ്റ് ആണ്. ഈ അമോണിയം നൈട്രൈറ്റ് ചൂടാക്കുമ്പോൾ എന്ത് കിട്ടും? N2 കിട്ടും. ഈ 2 N കൂടെ N2 ആയി, 4 H 2 ഓക്സിജനും കൂടെ 2 വാട്ടർ കേട്ടോ. പക്ഷേ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രം ബാലൻസ് ചെയ്ത് പഠിച്ചോ. ഇതാണ് ഒരു പ്രിപ്പറേഷൻ. അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റും കൂടെ റിയാക്ട് ചെയ്താൽ മതി കേട്ടോ. ബാലൻസ് ചെയ്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ സമയം കളയണ്ട. അടുത്ത അമോണിയം ഡൈക്രോമേറ്റ് ചൂടാക്കിയ നൈട്രജൻ കിട്ടും. എന്താ അമോണിയം ഡൈക്രോമേറ്റിൻ്റെ ഫോർമുല? NH4 twice Cr2O7 കേട്ടോ. വേർഡ്സിൽ ഇനി എഴുതേണ്ട ആവശ്യമായിട്ടാണ്, കറക്റ്റായിട്ട് നോട്ടിലുണ്ട്. അപ്പോൾ അമോണിയം ഡൈക്രോമേറ്റ് NH4 twice Cr2O7 ആണ്. ഇത് ചൂടാക്കിയത് കിട്ടും, നൈട്രജൻ കിട്ടും. ഈ നൈട്രജൻ കൂടാതെ Cr2O3യും വാട്ടറും ഉണ്ടാവും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബാലൻസ് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ഇനോർഗാനിക് റിയാക്ഷൻസ് ബാലൻസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചില റിയാക്ഷൻസ് ബാലൻസ് ചെയ്യേണ്ടി വരും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ N2 വാട്ടർ Cr2O3 കിട്ടുമെന്ന് പഠിച്ചോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയ? അമോണിയം ഡൈക്രോമേറ്റ് ചൂടാക്കിയാൽ നൈട്രജൻ കിട്ടും. വെരി പ്യുവർ നൈട്രജൻ കിട്ടാൻ വേണ്ടി ബേരിയം അസൈഡ് ചൂടാക്കി. ബേരിയം അസൈഡ് എന്നാൽ ഈ അസൈഡ് എന്ന് പറഞ്ഞാൽ N3 മൈനസ് ആണ് അസൈഡ് കേട്ടോ. N3 ഓക്കെ മൈനസ് ആണ് ഇത് അസൈഡ്. അപ്പോൾ ബേരിയം എത്ര പ്ലസ്? 2 പ്ലസ്. അസൈഡോ N3 മൈനസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ Ba എന്ന് എഴുതുക, N3 എഴുതുക. ഇതിൻ്റെ വാലൻസി 2, ഇതിൻ്റെ വാലൻസി 1. അപ്പോൾ അത് പരസ്പരം മാറ്റി കൊടുക്കുക. അപ്പോൾ BaN3 twice ആവും. അപ്പോൾ ബേരിയം അസൈഡിൻ്റെ ഫോർമുല എന്താണ്? ബേരിയം അസൈഡ് BaN3 twice. പഠിച്ചോ? ഈ BaN3 twice ചൂടാക്കുമ്പോൾ ബേരിയം നൈട്രജനും കിട്ടും. വേണമെങ്കിൽ ഇതൊക്കെ ബാലൻസ് എളുപ്പമാണ്, വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. ഒരു ബേരിയും 3 നൈട്രജനും കിട്ടിയോ? ബേരിയം അസൈഡ്. അത് വെരി പ്യുവർ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ബേരിയം അസൈഡ് ചൂടാക്കി കിട്ടും. ഓക്കെ, ക്ലിയർ? ഇനി അമോണിയയുടെ പ്രിപ്പറേഷൻ. അമോണിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലാബിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല. ഏതെങ്കിലും ഒരു അമോണിയം സോൾട്ട്, ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു തന്നെയാണ്. അമോണിയം ക്ലോറൈഡും അമോണിയം സൾഫേറ്റും, അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു സോൾട്ട്, അമോണിയം ക്ലോറൈഡ് അമോണിയം സൾഫേറ്റ് എന്നതില്ല, ഏതെങ്കിലും ഒരു അമോണിയം സോൾട്ട് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഒരു ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ അമോണിയ കിട്ടും. അതാണ് ലാബിൽ അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിയാക്ഷൻ. കിട്ടില്ലേ? അപ്പോൾ അമോണിയം ക്ലോറൈഡ് നോട്ടിലെല്ലാവരും നോക്കിയേ. അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയ കിട്ടിയില്ലേ? പ്ലസ് അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, അതേപോലെ അമോണിയം സൾഫേറ്റ് NH4 twice SO4, അത് NaOHയുമായി റിയാക്ട് ചെയ്തപ്പോൾ അമോണിയ എന്തായാലും കിട്ടി. കെമിസ്ട്രി എന്താണ്? ഏതൊരു അമോണിയം സോൾട്ടും ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ കിട്ടും. അപ്പോൾ അമോണിയ പ്ലസ് Na2SO4 പ്ലസ് H2O കിട്ടിയില്ലേ? ലാർജ് സ്കെയിലിൽ അമോണിയ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് മുതലേ പഠിച്ച പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. എന്താ പ്രോസസ്സ്? ഹേബർ പ്രോസസ്സിൽ ഇത്രയും നിങ്ങൾ ഓർമ്മിക്കേണ്ടു. എപ്പോഴും ഹൈ പ്രഷർ ഈ റിയാക്ഷന് ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം പ്രോഡക്റ്റ് കൂടുതൽ കിട്ടാൻ സഹായിക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 200 atmos ആണ്. 200 atmos പ്രഷർ, അതായത് 200 × 10⁵ പാസ്കൽ.
അല്ലേ? 200 × 10⁵ പാസ്കൽ അല്ലെങ്കിൽ 200 അറ്റ്മോസ് കേട്ടോ. ഓക്കെ, 200 × 10⁵ പാസ്കൽ കറക്റ്റ് 200 അറ്റ്മോസ് അല്ല, എന്നാലും 200-ന് അടുത്ത്. അപ്പോൾ 200 അറ്റ്മോസ്. ക്ലിയർ ആയല്ലോ? ഹൈ പ്രഷർ ലേ ഷാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം ഈ റിയാക്ഷന് ഫോർവേഡ് റിയാക്ഷനിലേക്ക് നയിക്കും. അപ്പോൾ ഹൈ പ്രഷർ, അതുപോലെ തന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ∆H നെഗറ്റീവാണ്. അപ്പോൾ ശരിക്കും ∆H നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എന്താ പറയുക, ∆H നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ വേണ്ടത് പറ? ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കും ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാക്ക്വേർഡിനെ സഹായിക്കല്. പക്ഷേ വളരെ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, അനുകൂലമായ ഊഷ്മാവ് ഉപയോഗിക്കും. അതാണ് 700 കെൽവിൻ. എത്ര? 700 കെൽവിൻ കേട്ടോ. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ 700 കെൽവിൻ, ഹൈ പ്രഷർ എബൌട്ട് 200 അറ്റ്മോസ് അല്ലെങ്കിൽ 200 × 10⁵ പാസ്കൽ അല്ലേ? പിന്നെ ഒരു കാറ്റലിസ്റ്റ് അയേണിൻ്റെ ഓക്സൈഡാണ്. അയേണിൻ്റെ ഓക്സൈഡ് Fe2O3 ആണ്. പിന്നെ K2O + Al2O3, K2O + Al2O3 പഠിച്ചില്ലേ? ഏതാ കാറ്റലിസ്റ്റ്? ഏതാ? അയണിൻ്റെ ഓക്സൈഡ്, പിന്നെ അയൺ ഓക്സൈഡ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നല്ലോ, പിന്നെ K2O, പിന്നെ Al2O3. ക്ലിയർ ആയില്ലേ? അതാണ് കാറ്റലിസ്റ്റ്. ഇത്രയും മനസ്സിലായോ? ഈ ഫ്ലോ ചാർട്ട് നമ്മൾ പിന്നെ പഠിക്കണം. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗത്ത് N2 ഗ്യാസ് ഒരു പമ്പിലൂടെ, ഒരു ട്യൂബിലൂടെ, മറ്റേതിലൂടെ H2 ഗ്യാസ്, അത് രണ്ടും ഒരു കംപ്രസറിലെത്തി 20 MPa എന്നുണ്ടാവൽ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ 200 അറ്റ്മോസ് കേട്ടോ. അപ്പോൾ ഒരു കംപ്രസറിൽ കംപ്രസറിൽ വെച്ച് കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്ത ഗ്യാസ് നേരെ ഒരു കാറ്റലിസ്റ്റ് ചേമ്പറിലേക്ക് പാസ് ചെയ്യും, താഴോട്ട്. ആ കാറ്റലിസ്റ്റ് ചേമ്പറിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും? ലിക്വിഡ് അമോണിയ കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പിക്കും. അപ്പോൾ തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിലെത്തും. അപ്പോൾ ഈ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അവിടെ അമോണിയ എത്തും. പക്ഷേ അതിൽ എല്ലാ ഹൈഡ്രജനും അമോണിയായി മാറിയിട്ടുണ്ടാവില്ല. ആ റിയാക്ട് ചെയ്യാത്ത ഹൈഡ്രജനും നേരെ ഒരു ട്യൂബ് വഴി ഒരു ആദ്യ പമ്പിലേക്ക് എത്തിക്കും. മനസ്സിലായോ? ആ പമ്പിൽ നിന്ന് നേരെ ആദ്യ കൺവേർട്ടറിലേക്ക് എത്തിക്കും. മനസ്സിലായോ? ഇതാണ് ഫ്ലോ ചാർട്ട്. ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഇനി അമോണിയയുടെ പ്രോപ്പർട്ടീസിലെ ഒന്നുമില്ല. അമോണിയയുടെ പ്രോപ്പർട്ടി സിങ്ക് ഇല്ലേ, ഈ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ സെരിൻ 2+ അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സിങ്ക് ഹൈഡ്രോക്സൈഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ. സെരിൻ 2+, സിങ്ക് സൾഫേറ്റിൽ സെരിൻ 2+ ഇല്ലേ? അപ്പോൾ നമ്മൾ നോട്ടിൽ സെരിൻ SO4 എന്നാണോ, സെരിൻ 2+ എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ സെരിൻ 2++ ഏത്? സെരിൻ 2+ NH4OH എന്താ കിട്ടുക? ZnOH ട്വൈസ്. ഇത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വീണ്ടും അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർത്താൽ, NH4OH എക്സസ് ചേർത്താൽ അത് ഡിസോൾവ് ചെയ്യും കേട്ടോ. അപ്പോൾ ZnOH ട്വൈസ് അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ചേർത്താൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതാണ് സംഭവം. പിന്നെ നെക്സ്റ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇല്ലേ, അതുപോലെ FeCl3 ഇല്ലേ, ഫെറിക് ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്താൽ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഫെറിക് ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്ത് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് ഇനോർഗാനിക് ആണ്. അത് അതേപോലെ അങ്ങ് പഠിച്ചാൽ Fe2O3 XH2O. എന്താണ്? Fe2O3 XH2O. അതാണ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. കിട്ടിയല്ലോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ കോപ്പർ 2+ൻ്റെ ആണ്. കോപ്പർ 2+ അമോണിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്താൽ CuNH3 4 times 2+ കിട്ടും. Cu2++ NH4OH gives പറ എന്താണ്? CuNH3 NH3 4 times 2+. ഈ കോംപ്ലക്സ് അയോണ്ടായി മാറും. ഇത് ബ്ലൂ ആണ് കേട്ടോ. എന്താ കേട്ടോ? ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ അത്. ആ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ CuNH3 4 times 2+ ആണ്. ഫസ്റ്റിലൊരു ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് അല്ലേ, അത് CuOH ട്വൈസ് ആണ്. ആ CuOH ട്വൈസ് പിന്നെ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് എന്തിട്ടല്? CuNH3 4 times 2+ ഇട്ടല് കേട്ടോ. ഓക്കെ, ഇത് ഈ അമോണിയ ഹൈഡ്രോക്സൈഡ് എക്സസ് എത്തുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന കാരണം ZnOH 4 times 2- ഇട്ടും. ഇതാണ് ആ കോംപ്ലക്സ് കേട്ടോ. അപ്പോൾ ഇതിൽ കോപ്പർ അമോണിയ കോംപ്ലക്സ് ഇട്ടും കേട്ടോ. ആദ്യം നമുക്ക് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അമോണിയ ഹൈഡ്രോക്സൈഡ് ചേർത്ത ഒരു ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഇട്ടല്, വീണ്ടും അത് എക്സസ് അമോണിയ ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ ഈ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ആവും. ആ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ആവാൻ കാരണം CuNH3 4 times 2+ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ Ag+ഉം പിന്നെ ഏത് Ag+ Cl - AgCl ആണ്. അപ്പോൾ
കോപ്പർ 2+ അമോണിയയുടെ പറഞ്ഞു. പിന്നെ AgCl അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ AgN3 ട്വൈസ് കിട്ടും. AgCl സിൽവർ ക്ലോറൈഡിൽ അമോണിയ കൂടുതലായി ഡിസോൾവ് ചെയ്യാനുള്ള കാരണം എന്താണ്? സിൽവർ ക്ലോറൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമോണിയയിൽ ഡിസോൾവ് ചെയ്യും. എന്താ കാരണം? സിൽവർ ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? AgNH3 ട്വൈസ് പ്ലസ് ഇത് കിട്ടും. പിന്നെ Cl- കിട്ടും. അപ്പോൾ Cl- കേട്ടോ, ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, സിൽവർ അമോണിയ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ സിൽവർ ക്ലോറൈഡ് വെള്ളത്തിലാണോ കൂടുതൽ ഡിസോൾവ് ചെയ്യുക, അമോണിയയിലാണോ? അമോണിയയിൽ. കാരണം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതിനേക്കാൾ അമോണിയ ഡിസോൾവ് ചെയ്യാൻ കാരണം ഈ സോലുബിൾ കോംപ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. കേട്ടോ, ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ടേബിൾ? ആ ടേബിളിൽ ഒന്നുമില്ല, പ്രധാനപ്പെട്ട ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഒന്ന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള N2O, അതിൻ്റെ പേര് നൈട്രസ് ഓക്സൈഡ്. പിന്നെ NO നൈട്രജൻ മോണോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ 2 ഓക്സൈഡ്, നമ്മൾ അതിലെ NO. പിന്നെ ഏത്? യെസ്, അടുത്ത ഏതാണ്? N2O3 ഡൈ നൈട്രജൻ ട്രൈ ഓക്സൈഡ്. പിന്നെ അതുപോലെ ഏത്? NO2 നൈട്രജൻ ഡയോക്സൈഡ്. അതുപോലെ തന്നെ N2O4 ഡൈ നൈട്രജൻ ടെട്രോക്സൈഡ്. അതുപോലെ N2O5 ഡൈ നൈട്രജൻ പെൻറ്റോക്സൈഡ്. ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനം അതിൻ്റെ പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NH4NO3 ചൂടാക്കിയാൽ N2 കിട്ടും. കേട്ടോ, യെസ്, നൈട്രസ് ഓക്സൈഡാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അപ്പോൾ NH4NO2 ബോർഡിലുണ്ട്, കണ്ടില്ലേ? അപ്പോൾ NH4NO3 ചൂടാക്കിയാൽ എന്ത് കിട്ടും? N2 കിട്ടും. അത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? NH4NO3 എത്ര N ഉണ്ട്? 2 N. ഒരു ഓയും കൂടി ചേർത്താൽ N2Oയിൽ എത്ര ഓ ബാക്കിയുണ്ട്? 2 ഓയും 4 H കൂടി 2 വാട്ടർ ആവും. കേട്ടോ, അപ്പം ലോഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ ലോഫിംഗ് ഗ്യാസ് കിട്ടിയില്ലേ? പിന്നെ വേറൊരു റിയാക്ഷൻ NOൻ്റെ പ്രിപ്പറേഷനാണ്. അത് നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. NaNO2 ഫെറസ് സൾഫേറ്റും പിന്നെ ഏതാ? സൾഫ്യൂരിക് ആസിഡും. കണ്ടില്ലേ? സോഡിയം നൈട്രൈറ്റും ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർത്താൽ ഇത് കിട്ടും, NO കിട്ടും. അതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടും നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ് കിട്ടുക? NO കൂടാതെ Fe2SO4 ത്രൈസ്, ഫെറിക് സൾഫേറ്റ്, പിന്നെ NaHSO4, പിന്നെ വാട്ടർ, ഇതൊക്കെ കിട്ടും. കേട്ടോ, അപ്പോൾ NO കിട്ടും. ക്ലിയർ ആയല്ലോ? പിന്നെ ബാക്കി ഏത്? N2O3 കിട്ടാനുള്ള റിയാക്ഷൻ ഈ N2O4ഉം ചേർത്ത് ചൂടാക്കും. NOയും N2O4ഉം കൂടെ ചേർത്ത് ചൂടാക്കി N2O4 കിട്ടും. പിന്നെ ഏത് നൈട്രേറ്റ് ചൂടാക്കിയാൽ, മെറ്റൽ നൈട്രേറ്റ് ചൂടാക്കിയാൽ നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. അപ്പോൾ PbNO3 ട്വൈസ് ചൂടാക്കിയാൽ എന്ത് കിട്ടും? NO2 കിട്ടും. PbNO3 ട്വൈസ് ചൂടാക്കിയാൽ NO2 കിട്ടും. പക്ഷേ NO2യുടെ കൂടെ O2 കിട്ടുന്നുണ്ട്, ഓക്സിജൻ്റെ പ്രിപ്പറേഷനിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ NO2 കിട്ടും, PbO കിട്ടും, O2 കിട്ടും. അതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, പഠിച്ചു നോക്കുക കേട്ടോ. PbNO3 ട്വൈസ് ഹീറ്റ് ചെയ്യുമ്പോൾ PbO, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. PbO + NO2 + O2. അതുപോലെ NO2 സോളിഡിഫൈ ചെയ്യുമ്പോൾ N2O4 ആയി മാറും. NO2 തണുപ്പിച്ച എന്തായി മാറും? N2O4 ആയി മാറും. N2O5 കിട്ടുന്ന റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക. HPO3 ഉണ്ട്, HPO3 അത് മെറ്റാഫോസ്ഫോറിക് ആസിഡാണ്. നമ്മുടെ എവിടെയെങ്കിലും എഴുതി വെച്ചേ. HPO3 എന്ന് പറഞ്ഞാൽ മെറ്റാഫോസ്ഫോറിക് ആസിഡാണ്. മെറ്റാഫോസ്ഫോറിക് ആസിഡ് P4O10 പൊതുവേ നമ്മൾ വിളിക്കൽ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് ആണ്. കേട്ടോ, ഫോസ്ഫറസ് അതിൻ്റെ ഷോർട്ട് ഫോം P2O5 ആണ്. അപ്പോൾ മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഏത്? P4O10 ഫോസ്ഫറസ് പെൻറ്റോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഏത് കിട്ടും? പറ. N2O5 കിട്ടും. N2O5 കിട്ടും. കേട്ടോ, ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ NH4NO3 ചൂടാക്കിയാൽ ലോഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് കിട്ടും, ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും പിന്നെ NaNO2 സോഡിയം നൈട്രൈറ്റും കൂടെ റിയാക്ട് ചെയ്താൽ നൈട്രിക് ഓക്സൈഡായ NO കിട്ടും. ബാക്കിയുള്ളത് സിമ്പിൾ റിയാക്ഷനാണ്. അതിൽ ലെഡ് നൈട്രേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ NO2 കിട്ടുന്നു പഠിക്കുക. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്, ആ ഇക്വേഷൻ പഠിക്കണം. PbNO3 ട്വൈസ് ഹീറ്റ് ഗീവ്സ് PbO + NO2 + O2 കിട്ടില്ലേ? അടുത്തത് പിന്നെ ഏത്? NO2 സോളിഡിഫൈ ചെയ്യുമ്പോൾ ഡൈമറൈസ് ചെയ്യും, അത് എന്തായി മാറും? N2O4 ആയി മാറും. അതുപോലെ തന്നെ ഏത്? HPO3 അതായത് മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഏത് കിട്ടും? N2O5 കിട്ടും. പിന്നെ ഈ സ്ട്രക്ചറും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു നോക്കണം. അതുപോലെ എഴുതി പഠിച്ചാൽ മതി.
അതിൽ ഞാൻ ഉദാഹരണം പറയാം. ഈ NON ബോണ്ടുള്ളത് N2O5 ആണ്. NON ബോണ്ടിൽ ഏതാ? NON ബോണ്ടിൽ N2O5 ആണ്. അപ്പോൾ ഇത് ഡബിൾ ബോണ്ടോ ഇത് കോർഡിനേറ്റ് ബോണ്ടോ, ഇതാണ്. അതേപോലെ തന്നെ ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ, ഇതാണ് N2O5 കേട്ടോ. ഓക്കെ, ബാക്കി ഒന്നിൽ NON ബോണ്ടില്ല. പിന്നെ NN ബോണ്ടുള്ളത് NN ബോണ്ടുള്ളത് ഒന്ന് N നൈട്രസ്, ഒന്ന് ഇത് N2O നൈട്രസ് ഓക്സൈഡ്, N ട്രിപ്പിൾ ബോണ്ട് N കോർഡിനേറ്റ് ബോണ്ടോ, ഇതാണ് N2O കേട്ടോ. NN ബോണ്ടുണ്ട് ഉണ്ടല്ലോ. പിന്നെ NN ബോണ്ടുള്ളത് N2O3 N2O5, N2O3 N2O5 N സിംഗിൾ ബോണ്ട് N, ഇത് ഡബിൾ ബോണ്ടോ കേട്ടില്ലേ. ദെൻ ഇത് ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ, ഇത് N2O3. പിന്നെ N2O3യും N2O4ഉം, N2O4ൽ N സിംഗിൾ ബോണ്ട് N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ കണ്ടില്ലേ. എല്ലാറ്റിൻ്റെയും ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും പഠിച്ചു നോക്കണം കേട്ടോ. NO2ൻ്റെ ബോണ്ട് ആംഗിൾ 134 ഓക്കെ, 134 ഡിഗ്രി കണ്ടില്ലേ. അതേപോലെ എല്ലാ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും പഠിച്ചു നോക്കണം കേട്ടോ. ഏതാണ് കൂടുതൽ ബോണ്ട് ലെങ്ത്ത്, ഏതാണ് കുറഞ്ഞ ബോണ്ട് ലെങ്ത്ത് ഒക്കെ ചോദിക്കും. അപ്പോൾ അത് കറക്റ്റായി പഠിക്കണം കേട്ടോ. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലാണെങ്കിൽ അങ്ങനെ ചോദിക്കും. ഓക്കെ, അടുത്തത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് സാധാരണ ലാബിൽ നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഡിയം നൈട്രേറ്റ് NaNO3 സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്താൽ കിട്ടും. NaNO3 പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, സോഡിയം നൈട്രേറ്റ് NiTrAT സൾഫ്യൂരിക് ആസിഡിനോട് റിയാക്ട് ചെയ്താൽ HNO3 കിട്ടും. ഇക്വേഷൻ പഠിച്ചു നോക്കുക. NaNO3 പ്ലസ് H2SO4 ഗീവ്സ് NaHSO4 പ്ലസ് HNO3, NaHSO4 പ്ലസ് HNO3 കിട്ടിയല്ലോ. പിന്നെ ലാർജ് സ്കെയിൽ, അതായത് ഇൻഡസ്ട്രിയിൽ നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന, അതായത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയും. എന്താ പറയുക? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് പഠിച്ചില്ലേ? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ അമോണിയ, ഇതിന് 3 സ്റ്റെപ്പാണ് വരുന്നത്. അമോണിയ ഓക്സിഡൈസ് ചെയ്യും. പിന്നെ ഒരു പ്ലാറ്റിനം റോഡിയം പിന്നെ കോമ്പിനേഷൻ PTRH ഗോസ് എന്ന് പറയും. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞില്ല പ്ലാറ്റിനൈസ്ഡ് ആസ്ബെസ്റ്റോസ് എന്നാണ് പറയല്. അപ്പോൾ ഇത് PTRH ഗോസ്, GAUZ ഗോസ് എന്ന് പറഞ്ഞാൽ വല എന്നർത്ഥം കേട്ടോ. അതുപോലെ തന്നെ ഇത് പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ, അതുപോലെ തന്നെ ഏകദേശം 500 കെൽവിനിലും, അതുപോലെ തന്നെ 9 ബാർ പ്രഷർ, 500 കെൽവിൻ അതുപോലെ 9 ബാർ പ്രഷർ, PTRH ഗോസ് കാറ്റലിസ്റ്റ് കേട്ടോ, ഇറേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം NO ഉണ്ടാവും, NO കേട്ടില്ലേ, NO ഉണ്ടാവും. ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കി പഠിച്ചു വെക്കുന്നത് നല്ലത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലേ, അതായത് പറയൂ, അമോണിയ ഓക്സിഡൈസ് ചെയ്യുന്നു, ഓക്സിഡേഷൻ ഓഫ് അമോണിയ യൂസിങ് PTRH അല്ലേ, പ്ലാറ്റിനം റോഡിയം ഗോസ്, പിന്നെ ആസ് കാറ്റലിസ്റ്റ് അറ്റ് 500 കെൽവിൻ ആൻഡ് 9 ബാർ പഠിച്ചല്ലോ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4NH3 പ്ലസ് 5O2 ഗീവ്സ് 4NH3 പ്ലസ് 5O2 ഗീവ്സ് 4NO പ്ലസ് 6H2O. അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. 4NH3 ഓർമ്മിക്കുക. 4NH3 4NO ആയി, 4NH3 4NO. അങ്ങനെയാണെങ്കിൽ 4NH3 4NO ആയാൽ എത്ര, 4NH3ൽ എത്ര H ഉണ്ട്? അത് മാത്രം ബാലൻസ്ഡ് പഠിച്ചു വെച്ചിട്ടേ. 4 × 3 12. അപ്പോൾ 12 ആകുമ്പോൾ 6 വാട്ടർ ഉണ്ടാവും. 6 വാട്ടർ ആകുമ്പോൾ 6 വാട്ടറിൽ ഉണ്ടാവില്ല. 12 പറയുമ്പോൾ 6 H2 ഉണ്ടാവും അല്ലേ. അപ്പോൾ 6 H2 പറയുമ്പോൾ 6 ഓക്സിജനായി. 4 NO എന്തായാലും ഉണ്ടായി. അപ്പോൾ 4 നൈട്രജൻ ഉണ്ടായിരുന്നു, 4 NO ആയി. അപ്പോൾ 4 ഓയും 6 ഓയും 10 ആയി. അപ്പോൾ 5 O2. അപ്പോൾ ഒന്ന് ഇക്വേഷൻ പറഞ്ഞേ. 4NH3 പ്ലസ് 5O2 ഗീവ്സ് 4NO പ്ലസ് 6H2O. അത് മാത്രം ഒന്ന് ഇക്വേഷൻ പഠിച്ചു നോക്കണം ബാലൻസ്ഡ് ആക്കിയിട്ട്. ഇനി അത് ആ NO O2മായിട്ട് റിയാക്ട് ചെയ്തിട്ട് NO2 ആക്കി മാറ്റും. ആ NO O2മായിട്ട് റിയാക്ട് ചെയ്ത് എന്താക്കി മാറ്റും? NO2. മനസ്സിലായില്ലേ? ആ NO O2മായിട്ട് റിയാക്ട് ചെയ്തിട്ട് NO2 ആക്കി മാറ്റും. എന്നിട്ട് ആ ഇക്വേഷൻ ഇതാണ്. 2NO പ്ലസ് O2 ഗീവ്സ് 2NO2. ആ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ, അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ മുഴുവൻ ബാലൻസ്ഡ് ആക്കി പഠിച്ചോ. 2NO പ്ലസ് O2 ഗീവ്സ് 2NO2. നൈട്രജൻ ഡയോക്സൈഡ് കിട്ടി. ആ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ നൈട്രിക് ആസിഡായി മാറും. ആ നൈട്രജൻ ഡയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ എന്തായി മാറും? നൈട്രിക് ആസിഡായി മാറും. അപ്പോൾ നോക്കിയേ, 3NO2 പ്ലസ് H2O ഗീവ്സ് 2HNO3 പ്ലസ് NO. കണ്ടോ? 2NO2 പ്ലസ് H2O ഗീവ്സ് HNO3 പ്ലസ് NO. ഈ NO റീസൈക്കിൾ ചെയ്യും, കാരണം നമുക്ക് NO കിട്ടിയില്ല നേരത്തെ ആ കാറ്റലിസ്റ്റ് ചേമ്പറിൽ. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് NO. ആ NO നമുക്ക് അത് തിരിച്ചു കിട്ടി. ആ NO റീസൈക്കിൾ ചെയ്യും. മനസ്സിലായതേ? അപ്പോൾ ഏത് ഇൻഡസ്ട്രി ആകുമ്പോൾ ലാബ് ഉണ്ടാവും.
NO നമ്മൾ ഉണ്ടാക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ആ NO ഈ റിയാക്ഷൻ വഴി ഒരു ബൈ പ്രോഡക്റ്റ് ആയി കിട്ടിയില്ലേ, ആ NO റീസൈക്കിൾ ചെയ്ത് ആദ്യം HNO3 ആക്കി മാറ്റാം. NO2 ആക്കും, NO2 എന്താക്കി മാറ്റും, HNO3 ആക്കി മാറ്റും. അപ്പോൾ ഒന്ന് ആ 3 ഇക്വേഷൻ എന്ന് പറയും. ഫസ്റ്റ് വൺ 4NH3 പ്ലസ് 5O2 യൂസ് 4NO പ്ലസ് 6H2O. ഏറോ മാർക്കിൻ്റെ മുകളിൽ PT-RH ഗോസ് GAU-ZE 500 Kelvin 9 bar. അടുത്ത ഇക്വേഷൻ 2NO പ്ലസ് O2 gives 2NO2. അടുത്ത ഇക്വേഷൻ 2NO2 പ്ലസ് H2O gives HNO3 പ്ലസ് NO. HNO3 പ്ലസ് NO. ഓക്കെ. ഇനി ഇതൊരു ആംഗുലാർ ഷേപ്പുള്ള സ്ട്രക്ചറാണ്. HNO3യുടെ ശരിക്കുള്ള സ്ട്രക്ചർ എന്താണ്, ആംഗുലാർ ആണ്. N നോക്കുക, HNO3 എന്ന് പറഞ്ഞാൽ N ഡബിൾ ബോണ്ടോ ഇവിടെ OH കോർഡിനേറ്റ് ബോണ്ടോ, ഇതാണ് ശരിക്കുള്ള HNO3 സ്ട്രക്ചർ കേട്ടോ. ഓക്കെ, HNO3 സ്ട്രക്ചർ ക്ലിയർ ആയില്ലേ. ദെൻ അതിൻ്റെ ബോണ്ട് ലെങ്ത് എല്ലാം പഠിക്കുക. ഞാനൊന്നും പറയുന്നതിൽ എഴുതി പഠിക്കുക. ഇത്രയാണ് ബോണ്ട് ലെങ്ത് പറഞ്ഞിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ. ഇനി ആ HNO3 കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറയാൻ വിട്ടുപോയി. ആദ്യം എന്ത് ചെയ്യണം, പിന്നെ 68% HNO3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ പിന്നെ ചൂടാക്കിയാൽ മതി. അക്വസ് HNO3 ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ 68% ഡിസ്റ്റിൽ ചെയ്താൽ അതിലുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത് 68% HNO3 ആവും. പിന്നെ അതിനുശേഷം അത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ നടത്തണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് കിട്ടും കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് കിട്ടും. ക്ലിയർ ആയില്ലേ. ഷേപ്പ്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ എല്ലാം പഠിക്കണം. ഞാൻ പറഞ്ഞു, ഞാനത് വേറെ പറയുന്നില്ല, അത് പഠിക്കലേ പറ്റൂ. ഓക്കെ. ഇനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. മനസ്സിലായോ? കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് പിന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിലുള്ള മെറ്റലെ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇലക്ട്രോ കെമിക്കൽ സീരീസ് മുകളിലോ താഴുന്നില്ല. സാധാരണ നോർമൽ കണ്ടീഷനിൽ ഒരു മെറ്റലുമായിട്ട് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ NO2 ഉണ്ടാവും. മനസ്സിലായോ? NO2 ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ നോ ഡൗട്ട് ഏത് മെറ്റലായാലും MnO3 ട്വൈസും പ്ലസ് NO2 കിട്ടും. കോപ്പറും സിങ്കും നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഹൗ ഡസ് കോപ്പർ ആൻഡ് സിങ്ക് റിയാക്ട്സ് വിത്ത് നൈട്രിക് ആസിഡ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്? അതാ ക്വസ്റ്റ്യൻ. ഇത് എഴുതിക്കോ. ഹൗ ഡസ് കോപ്പർ ആൻഡ് സിങ്ക് റിയാക്ട്സ് വിത്ത് നൈട്രിക് ആസിഡ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്? കോപ്പർ ആയാലും സിങ്ക് ആയാലും കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ MnO3 ട്വൈസും NO2 ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ MnO3 ട്വൈസും NO2 വാട്ടർ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, കോപ്പർ പ്ലസ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ബാലൻസ് ഒന്നും ചെയ്യണം ഞാൻ പറയണില്ല. കോപ്പർ പ്ലസ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് പ്രോഡക്റ്റ് പറഞ്ഞേ, CuNO3 ട്വൈസ് പ്ലസ് NO2 പ്ലസ് H2O. പഠിച്ചോ? ഇനി സിങ്ക് ആണെങ്കിലോ, Zn പ്ലസ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് എന്തായിരിക്കും? Zn പ്ലസ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ഈസ് ZnNO3 ട്വൈസ് പ്ലസ് NO2 പ്ലസ് H2O. കിട്ടിയോ? എന്നാൽ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തെങ്കിൽ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് കോപ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഏതാണ്? യെസ്, NO ആണ്. സിങ്ക് ആണെങ്കിൽ N2 ആണ് കേട്ടോ. സിങ്ക് ആണെങ്കിൽ N2 കിട്ടും. ബാക്കി രണ്ട് പ്രോഡക്റ്റും സെയിം ആണ്. ബാക്കി രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാട്ടറും MnO3 സെയിം ആണ്. അപ്പോൾ വേഗം പറയാം, Cu പ്ലസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. ഞാനിത് എഴുതുന്നില്ല, വേഗം പറയാം പ്രോഡക്റ്റ്. Cu പ്ലസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് CuNO3 ട്വൈസ് പ്ലസ് H2O പ്ലസ് NO. കിട്ടിയില്ലേ? CuNO3 ട്വൈസ് പ്ലസ് H2O പ്ലസ് NO. കിട്ടിയോ? ബാലൻസ് ചെയ്യണ്ട. ഇനി സെരൻ പ്ലസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് പറയൂ. സെരൻ പ്ലസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് പ്രോഡക്റ്റ് പറഞ്ഞേ, ZnNO3 ട്വൈസ് പ്ലസ് H2O പ്ലസ് NO2 N2O അത് നൈട്രസ് ഓക്സൈഡ്. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നൈട്രിക് ആസിഡ് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനാണ് പറഞ്ഞത് അല്ലേ? ഇനി ഈ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനിൽ വേറൊരു ഐഡിയ എന്താ വെച്ചാൽ, കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, അത് കോൾഡ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ചില മെറ്റൽസിൻ്റെ പ്രസൻസിൽ പാസീവ് ആവും. പാസിവിറ്റി പറഞ്ഞാൽ ആ മെറ്റലും ഉണ്ടാവും നൈട്രിക് ആസിഡും ഉണ്ടാവും, പക്ഷെ അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് പാസിവിറ്റി. മനസ്സിലായോ? അപ്പോൾ അതിന് കാരണം വെച്ചാൽ
ഇപ്പോൾ ഉദാഹരണത്തിന് അലൂമിനിയം, അയൺ തുടങ്ങിയ മെറ്റൽസ് റെൻഡേഡ് പാസീവ് ഒന്ന് ചോദിച്ചേ, അത് നോട്ടിലില്ല. മെറ്റൽസ് ലൈക്ക് എഴുതിയോ? അലൂമിനിയം, അയൺ എക്സെട്ര, അലൂമിനിയം, അയൺ എക്സെട്ര റെൻഡേഡ് പാസീവ്, റെൻഡേഡ് RENDED റെൻഡേഡ് പാസീവ് എഴുതിയോ? ഇൻ ദി പ്രസൻസ് ഓഫ് കോൾഡ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, കോൾഡ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മെറ്റൽ പിന്നെ അലൂമിനിയം ആണെങ്കിൽ നൈട്രിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ അതെന്ത് ചെയ്യും? അതിന് Al2O3യുടെ ഓക്സൈഡ് ആക്കി മാറ്റും. പക്ഷേ ആ Al2O3 ഓക്സൈഡ് അതിൻ്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അലൂമിനിയത്തിൻ്റെ പുറത്ത് Al2O3 കോട്ട് ചെയ്യും. അതേപോലെ അയണിൻ്റെ ഓക്സൈഡ് ഉണ്ടാക്കിയിട്ട് അത് കോട്ട് ചെയ്യും. പിന്നെ ഈ നൈട്രിക് ആസിഡിന് ആരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ആവില്ല, ഈ മെറ്റലുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ആവില്ല. കേട്ടോ? ഇപ്പോൾ എഴുതിക്കോ, ദിസ് ഈസ് ഡ്യൂ ദി ഫോർമേഷൻ ഓഫ് എ ലെയർ ഓഫ് ഓക്സൈഡ് ഫിലിം. This is due to the formation of a layer of oxide film. എഴുതിയോ? A layer of oxide film on their surface. ഓക്കെ. ഇനി നമുക്ക് ഈ നൈട്രിക് ആസിഡ് നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ളത് അയോഡിൻ, കാർബൺ, ഫോസ്ഫറസ്, സൾഫർ. അയോഡിൻ, കാർബൺ, സൾഫർ, ഫോസ്ഫറസ് ആ ഓർഡറിലാണ് ഉള്ളത്. ഇത് ബാലൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബാലൻസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞുതരാൻ എളുപ്പമുണ്ട്. എന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ ഓർമ്മിച്ച് നോക്കുക. 4 റിയാക്ഷൻ നടന്നാലും പിന്നെ NO2-ഉം നൈട്രിക് ആസിഡ് NO2 ആയിട്ട് മാറും. കേട്ടില്ലേ? നൈട്രിക് ആസിഡ് റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡായി മാറും. ഓക്സിഡൈസിങ് ഏജൻ്റാകുമ്പോൾ റെഡ്യൂസ് ചെയ്യല്ലോ. അപ്പോൾ NO2 ആവും, പിന്നെ വാട്ടറും ഉണ്ടാവും. അപ്പോൾ NO2-ഉം വാട്ടറും എന്തായാലും എല്ലാ റിയാക്ഷനിലും എഴുതാം. പിന്നെ ഓരോന്നും പഠിക്കണം. അയോഡിൻ ആണെങ്കിൽ അയോഡിക് ആസിഡ് HiO3, അയോഡിൻ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? അയോഡിക് ആസിഡ് HiO3 പഠിച്ചില്ലേ? കാർബൺ ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ. ദെൻ ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് H3PO4. ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് H3PO4. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ പറഞ്ഞേ, ബാലൻസ് ചെയ്യാത്ത ഇക്വേഷൻ പറഞ്ഞേ. I2 + HNO3 gives HiO3 + NO2 + H2O. C + HNO3 gives CO2 + NO2 + H2O. എഴുതിയില്ലേ? പിന്നെ ഏതാണ്? സൾഫർ S8 എന്നാണ് ടെക്സ്റ്റ് കൊടുത്തില്ല, S എന്ന് എഴുതിയാലും മതി. S8 അല്ലെങ്കിൽ S + HNO3 gives H2SO4 + NO2 + H2O. അടുത്ത ഏതാ? ഫോസ്ഫറസ് P4 അല്ലേ ഫോസ്ഫറസ്. അപ്പോൾ P4 + HNO3 gives H3PO4 + NO2 + H2O. ഓക്കെ. യെസ്. ഇനി അടുത്ത് ബ്രൗൺ റിംഗ് ടെസ്റ്റാണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റ് ഇല്ലേ, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എന്താണ്? അതായത് ഒരു നൈട്രേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റ് NO3- ലാബിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ ഏതെങ്കിലും സോലുബിളായ ഒരു നൈട്രേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഫെറസ് സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ എടുത്തിട്ട് ആ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ ഏതിൽ? വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്നിട്ട് എത്രയാണോ സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അത്ര തന്നെ ഫെറസ് സൾഫേറ്റ് എന്ത് ചെയ്യുക? മിക്സ് ആക്കുക. അത്ര തന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് കൂടെ മിക്സ് ആക്കുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് ചിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു 2-3 ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. ടെസ്റ്റ് ട്യൂബിനെ ചിരിച്ച് പിടിച്ചിട്ട് 2-3 ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. മനസ്സിലായോ? അപ്പോൾ ആ 2 ലെയറും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ജംഗ്ഷൻ അല്ലേ, ആ ജംഗ്ഷനിൽ ഒരു ബ്രൗൺ റിംഗ് ഉണ്ടാവും. എന്തുണ്ടാവും പറ? ബ്രൗൺ റിംഗ്. അതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ 2 റിയാക്ഷൻസ് എഴുതണം. മെയിനായിട്ട് 2 റിയാക്ഷൻ ഇതാണ്. NO3- ഫെറസ് സൾഫേറ്റിലെ Fe2+ കൂടെ റിയാക്ട് ചെയ്യും. സൾഫ്യൂരിക് ആസിഡിൽ H+ ഉണ്ടാവും. അപ്പോൾ H+ൻ്റെ പ്രസൻസിൽ കണ്ടില്ലേ റിയാക്ട് ചെയ്യുമ്പോൾ ഈ NO3- NO ആയി മാറും. പക്ഷേ Fe2+ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും.
കേട്ടോ. പിന്നെ വാട്ടർ ഉണ്ടാവും. വാട്ടർ എത്ര ഞാൻ പറഞ്ഞു ബാലൻസ് ചെയ്ത് പഠിക്കണ്ട, എത്ര വാട്ടർ ഉണ്ടാവും. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ FeH2O 6 times 2+ ആണ് ഫെറസ് സൾഫേറ്റ് വെള്ളത്തിൽ കലക്കിയാൽ ഉണ്ടാവില്ലേ. ഫെറസ് സൾഫേറ്റ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ Fe2+ ഉണ്ടാവും. പക്ഷേ Fe2+ എന്തായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, FeH2O 6 times 2+ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ടാവും. ആ കോംപ്ലക്സ് അയോൺ ഈ NO ആയിട്ട് റിയാക്ട് ചെയ്യും. NO ശരിക്കും ന്യൂട്രലാണ്, പക്ഷേ ഇത് അടുത്ത സ്റ്റെപ്പിൽ NO+ ആവും. NO എന്താവും, NO+ ആവും. മനസ്സിലായോ? അതേ സമയത്ത് ഇവിടെ Fe2+ അല്ലേ, അതെന്തായി മാറുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗീവ്സ് ഒരു H2O പുറത്താക്കുക, H2O 5 times ആക്കുക, ഇവിടെ NO നൽകുക. ഓക്കെ, FeH2O 5 times NO, എന്നിട്ട് ഇവിടെ 2+ NA മാറ്റേണ്ട എഴുതുക. ഇങ്ങനെ കിട്ടും, പ്ലസ് H2O കിട്ടും. ക്ലിയർ ആയോ? ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ NO+ ആയിട്ടുണ്ടാവും. അപ്പോൾ NO+ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം +1, സൈൻ മാറ്റി എത്ര, -1. -1 +2 കൂട്ടിയാലോ +1. അപ്പോൾ ഈ കോംപ്ലക്സിൽ വളരെ അൺസ്റ്റേബിളായ കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിൽ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? ഇതാണ് ബ്രൗൺ റിംഗ് കോംപ്ലക്സ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയൺ ഇൻ ബ്രൗൺ റിംഗ് കോംപ്ലക്സ്? +1 കേട്ടോ. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe ഇൻ ബ്രൗൺ റിംഗ് കോംപ്ലക്സ് ഈസ് +1. ഇപ്പോൾ റിയാക്ഷൻ എഴുതാൻ പഠിച്ചാലോ. വേർഡ്സിൽ ഞാൻ എഴുതുന്നില്ല, നോട്ടിൽ അതുപോലെ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൻ്റെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ് ആണ്. അലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ് ഒന്നാമത്തത് വൈറ്റ് ഫോസ്ഫറസ് ആണ്. എന്താണ് വൈറ്റ് ഫോസ്ഫറസ്? വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓർഡറിൽ പറഞ്ഞുതരാം. ഒരു ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡാണ്. ഒരു വൈറ്റ് സോളിഡാണ് ഏത്, പിന്നെ മെഴുകിനെ പോലെ തോന്നുന്നൊരു സോളിഡാണ് ഏത്, വൈറ്റ് ഫോസ്ഫറസ്. മനസ്സിലായോ? അത് പോയ്സണസ് ആണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, പോയ്സണസ് ആണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്യും. കാർബൺ ഡൈസൾഫൈഡിലും കാർബൺ ടെട്രാക്ലോറൈഡിലും ഡിസോൾവ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, വാക്സി സോളിഡാണ്, വൈറ്റ് സോളിഡാണ്. പിന്നെന്താണ്, ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്. പിന്നെയോ അതോടൊപ്പം അല്ലെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല പറഞ്ഞില്ലേ, അതോടൊപ്പം കാർബൺ ഡൈസൾഫൈഡിൽ ഡിസോൾവ് ചെയ്യും കേട്ടോ. അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡ് ഇതിൽ എഴുതിയിട്ടില്ല, കാർബൺ ഡൈസൾഫൈഡ് കാർബൺ ടെട്രാക്ലോറൈഡ് പോലുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, പിന്നെ ഏത് ഡാർക്കിൽ അത് ഗ്ലോ ചെയ്യും, അതിനെ കെമിലൂമിനിസെൻസ് എന്ന് പറയും കേട്ടോ. എന്താണ്, ഡാർക്കിൽ എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും, അതിനെന്താ വിളിക്കുക, കെമിലൂമിനിസെൻസ്. ഓക്കെ, അതേപോലെ ക്യാച്ചസ് ഫയർ ഇൻ എയർ കേട്ടോ. ക്യാച്ചസ് അത് ഇതിലില്ല, അതിന് ഫോസ്ഫോറസൻസ് എന്ന് പറയും കേട്ടോ. ക്യാച്ചസ് ഫയർ ഇൻ എയർ. ഓക്കെ, പിന്നെ യെസ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക, ഫോസ്ഫോറസൻസ്. അപ്പോൾ കെമിലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ കെമിലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ ഡാർക്കിൽ കത്തും കേട്ടില്ലേ, അതാണ് സംഭവം. ഗ്ലാസ്സിൽ ഡാർക്കിൽ കത്തുന്ന പോലെ തോന്നും. ഓക്കെ, ഇനി പിന്നെ ഡിസോൾവ്സ് ഇൻ ബോയിലിംഗ് NaOH, അതായത് NaOH അല്ലേ, ആ NaOH വൈറ്റ് ഫോസ്ഫറസ് കോൺസെൻട്രേറ്റ് NaOH ചേർത്ത് ചൂടാക്കുക. സാധാരണ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറായ കാർബൺ ഡൈ ഓക്സൈഡ് പ്രശ്നം ചൂടാക്കൽ അത് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. ചൂടാക്കുമ്പം അത് എന്ത് ചെയ്യുമെന്നറിയോ, ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തും. ഓക്കെ, അപ്പോൾ അതായത് ഇത് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ബോയിലിംഗ് എന്ന് പറയുന്നില്ലോ. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. P4 + NaOH ബാലൻസ് ചെയ്യാൻ ചെയ്യുന്നില്ല, ഇത് വേണമെങ്കിൽ ബാലൻസ് ചെയ്ത് പഠിച്ചോ. കിട്ടുന്ന സാധനം NaH2PO2 ആണ്. NaH2PO2 എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് എന്ന് പറഞ്ഞേ, സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് കിട്ടിയില്ലേ, പ്ലസ് PH3 പറഞ്ഞാൽ ഫോസ്ഫൈൻ, PH3 പറഞ്ഞതാണ് ഫോസ്ഫൈൻ. അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ ബാലൻസ് ചെയ്ത ഇക്വേഷൻ നോട്ടിലുണ്ട്, പക്ഷേ ഞാൻ ബാലൻസ് ചെയ്യണമെന്നും പറയുന്നില്ല. ഇത് 0 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഇത് +1 ആണ് കേട്ടോ, ഇത് -3 ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, 0 നിന്ന് +1 കൂടി ഓക്സിഡേഷൻ നമ്പർ കൂടി ഓക്സിഡേഷനായി, 0 നിന്ന് -3 ആയി, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ് കേട്ടോ, ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ്. ഇത് ഫോസ്ഫൈൻ്റെ പ്രിപ്പറേഷനിലും പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റ്സ് പഠിച്ചില്ലേ. ഇനി വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രീറ്റ് ടെട്രാഹീഡ്രൽ മോളിക്യൂളാണ്. ഒരു ടെട്രാഹീഡ്ര സ്ട്രക്ചർ, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, മനസ്സിലായോ.
അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് വൈറ്റ് ഫോസ്ഫറസിന് കേട്ടോ. അതായത് പിന്നെ യെസ്, ഇത് 4 ഫോസ്ഫറസാണ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയും വരക്കുക. എന്നിട്ട് ഇത് ക്രോസ് ആവുന്നൊന്നുമില്ല കേട്ടോ, ഇത് ക്രോസ് ആവുന്നില്ല. ഇതിന് ആംഗിൾ 60 ഡിഗ്രിയാണ്. ആംഗിൾ PPP എത്ര? PPP = 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിന് എത്ര ആംഗിൾ വേണ്ട? 109 ഡിഗ്രി 28 മിനിറ്റ്. ആ 109 ഡിഗ്രി 28 മിനിറ്റിൽ നിന്ന് കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഹൈലി സ്ട്രെയിൻഡ് മോളിക്യൂളാണ്, അതുകൊണ്ട് തന്നെ ഹൈലി റിയാക്റ്റീവ് ആണ്. മോസ്റ്റ് റിയാക്റ്റീവ് അലോട്രോപ്പോ ഫോസ്ഫറസ് ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ് ആണ് കേട്ടോ. മോസ്റ്റ് റിയാക്റ്റീവ് അലോട്രോപ്പോ ഫോസ്ഫറസ് ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ് ആണ്. വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് വൈറ്റ് ഫോസ്ഫറസ്? ഡിസ്ക്രീറ്റ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കേട്ടോ. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒറ്റയ്ക്ക് ഒരു P4 ടെട്രാഹൈഡ്രൽ മോളിക്യൂളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി റെഡ് ഫോസ്ഫറസ് ആണ്. ശ്രദ്ധിക്കുക, റെഡ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഡ് ഫോസ്ഫറസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഫോസ്ഫറസ് 573 കെൽവിനിൽ പിന്നെ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കുക. വൈറ്റ് ഫോസ്ഫറസ് 573 കെൽവിൻ, ആ ടെമ്പറേച്ചർ പഠിക്കണം കേട്ടോ. ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 കെൽവിൻ ഇൻ എ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ കേട്ടോ. ഒന്ന് പഠിച്ചു നോക്കണേ. റെഡ് ഫോസ്ഫറസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് at 573 Kelvin in an inert atmosphere. ഇത് വൈറ്റ് ഫോസ്ഫറസ് പോയ്സണസ് അല്ലേ? പക്ഷേ റെഡ് ഫോസ്ഫറസ് പോയ്സണസ് അല്ല, നോൺ ടോക്സിക് ആണ്. എന്താണ്? നോൺ പോയ്സണസ് ആണ്. ക്ലിയർ ആയാലോ? നോൺ പോയ്സണസ് ആണ്. പിന്നെ കളർലെസ് ആണ്. മറ്റേത് സോളിഡ് അല്ലേ, ഇത് കളർലെസ് സോളിഡ് ആണ്. ഓക്കെ, നോൺ പോയ്സണസ് ആണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല, കാർബൺ ഡൈസൾഫൈഡിൽ ഡിസോൾവ് ചെയ്യില്ല. കേട്ടോന്നേ? നേരത്തെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല, പക്ഷേ കാർബൺ ഡൈസൾഫൈഡ് ഡിസോൾവ് ചെയ്യും. പക്ഷേ ഇതോ ഇൻസോൾബിൾ ഇൻ വാട്ടർ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. കേട്ടില്ലേ? പോയ്സണസ് അല്ല. ക്ലിയർ ആയല്ലോ? ഇനി യെസ്, പിന്നെ ഞാൻ പറയില്ല ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായ അലോട്രോപ്പ് വൈറ്റ് ഫോസ്ഫറസ് ആണ്. അത് കഴിഞ്ഞാൽ റെഡ് ഫോസ്ഫറസ് ആണ്. കേട്ടോന്നേ? ഇനി പിന്നെ ഇതിന് കെമിലൂമിനിസെൻസ് എന്ന് പറയുന്ന സ്വഭാവമില്ല. ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക് കേട്ടോ. റെഡ് ഫോസ്ഫറസ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഏത്? നോ കെമിലൂമിനിസെൻസ്. കിട്ടില്ലോ? ഇത്രയും മനസ്സിലായല്ലോ? നോ കെമിലൂമിനിസെൻസ്. ഇനി ഇതൊരു പോളിമറിക് സ്ട്രക്ചറാണ് കേട്ടോ. ലീനിയർ പോളിമറിക് P4 ടെട്രാഹൈഡ്ര. കേട്ടല്ലോ? അപ്പോൾ റെഡ് ഫോസ്ഫറസ് ഹാസ് എ ലീനിയർ പോളിമറിക് എന്താണ് ടെട്രാഹൈഡ്ര കേട്ടോ. ലീനിയർ പോളിമറിക് ടെട്രാഹൈഡ്ര വരക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഇതിൽ വരച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ വരക്കുന്ന പോലെ ശ്രദ്ധിക്കുക. ഒരു ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ വരക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു വര വരക്കുക. ആദ്യം ഒരു ടെട്രാഹൈഡ്രൽ വരക്കുക. ഇത്രയും മനസ്സിലായല്ലോ? ഇങ്ങനെ പോകും. 3 എണ്ണമെങ്കിലും വരക്കണം, എന്നാലേ അത് ഒരു കണ്ടിന്യൂസ് ആകും, കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇങ്ങനെ വരക്കുക. എന്നിട്ട് എല്ലാ കോർണറിലും ഫോസ്ഫറസ് അടയാളപ്പെടുത്തുക. എല്ലാ കോർണറിലും ഏത് അടയാളപ്പെടുത്തുക? ഫോസ്ഫറസ്. കണ്ടില്ലേ? ഇങ്ങനെ ഫോസ്ഫറസ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങനെ ഇത് ചെരിച്ച് വരച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഉണ്ടോ? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ മിഡിലുള്ള PP ബോണ്ട് ഇങ്ങനെ വരക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ഫോസ്ഫറസിന് എത്ര ബോണ്ടായി? ഒരു ഫോസ്ഫറസിന് 1 2 3 ബോണ്ടായില്ലേ? 3 ബോണ്ടേ ഉണ്ടാവുമല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഫോസ്ഫറസിനും 3 ബോണ്ടായി. അപ്പോൾ സ്ട്രക്ചർ വരക്കാൻ പഠിച്ചില്ലേ? റെഡ് ഫോസ്ഫറസ് ഹാസ് എ ലീനിയർ പോളിമറിക് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ. കിട്ടിയല്ലോ? ഇനി അടുത്തത് യെസ്, ഇത്രയും മനസ്സിലായല്ലോ? ഇനി റെഡ് ഫോസ്ഫറസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ? ഇനി ബ്ലാക്ക് ഫോസ്ഫറസ് അതിന് 2 ഫോം ഉണ്ട്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. എത്ര ടൈപ്പ് ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. മനസ്സിലായോ? ഇനി ഈ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, റെഡ് ഫോസ്ഫറസ് ഒരു സീൽഡ് ട്യൂബിൽ 803 കെൽവിനിൽ ചൂടാക്കുക. കേട്ടോന്നേ? റെഡ് ഫോസ്ഫറസ് ഒരു സീൽഡ് ട്യൂബിൽ 803 കെൽവിനിൽ ചൂടാക്കിയിട്ടാണ് ഏതുണ്ടാവുന്നത്? ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 കെൽവിൻ. ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ്
ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 കെൽവിൻ. ക്ലിയർ ആയല്ലോ? യെസ്. ഇത് പിന്നെ യെസ്, അതായത് ഇത് സബ്ലൈം ചെയ്യും, ഡയറക്റ്റായിട്ട് എന്തായി മാറും? ഗ്യാസായി മാറും. അപ്പോൾ സബ്ലൈം ഇൻ എയർ. പിന്നെ അതുപോലെ തന്നെ മോണോക്ലിനിക്ക്, അതുപോലെ റോംബോഹീഡ്രൽ ക്രിസ്റ്റൽസ് ഉണ്ട് കേട്ടോ. ഒപ്പേക്കാണ്, അതുപോലെ മോണോക്ലിനിക് റോംബോഹീഡ്രൽ ക്രിസ്റ്റൽസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. മോണോക്ലിനിക് ക്രിസ്റ്റലും ഉണ്ട്, റോംബോഹീഡ്രൽ ക്രിസ്റ്റലും ഉണ്ട്. ക്ലിയർ ആയാലോ? ഓക്കെ. ഇനി അതുപോലെ തന്നെ അത് എയറിൽ ഓക്സിഡൈസ് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ്ഡ് ഇൻ എയർ. പക്ഷേ അത് സബ്ലൈം ചെയ്യേ, എയറിൽ എന്ത് ചെയ്യും? ചൂടാക്കി കഴിഞ്ഞാൽ സബ്ലൈം ചെയ്യും. അപ്പോൾ ഡയറക്റ്റായിട്ട് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കുന്നത് വൈറ്റ് ഫോസ്ഫറസ് 473 കെൽവിനിൽ ഹൈ പ്രഷറിൽ ചൂടാക്കിയിട്ടാണ്. വൈറ്റ് ഫോസ്ഫറസ് 473 കെൽവിനിൽ ഹൈ പ്രഷറിൽ ചൂടാക്കിയിട്ടാണ് ഏതുണ്ടാക്കുന്നത്? പിന്നെ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് എന്ത്? വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 473 കെൽവിൻ എഴുതിയോ? ഇൻ എ സീൽ ഹീറ്റിംഗ് എന്താണ്? വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 473 കെൽവിൻ അണ്ടർ ഹൈ പ്രഷർ. ക്ലിയർ ആയല്ലോ? ഇനി അതായത് 673 കെൽവിൻ വരെ അത് ചൂടാക്കുമ്പോൾ ചൂടാവുന്നല്ലാതെ എന്ത് ചെയ്യില്ല? കത്തൂല. 673 കെൽവിൻ കഴിഞ്ഞ് അത് കത്തും കേട്ടോ. 673 കെൽവിന് വരെ അത് കത്താതെ നിൽക്കും. 673 കെൽവിൻ കഴിഞ്ഞ് അത് കത്തും. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ അത്രയും മനസ്സിലായില്ലേ? സ്ട്രക്ചർ ഓഫ് ഏത് ഫോസ്ഫറസ്? ബ്ലാക്ക് ഫോസ്ഫറസ് ടെക്സ്റ്റ് ബുക്കിൽ പറയണില്ല, അത് വേണമെന്ന് ചോദിച്ചോ. ബ്ലാക്ക് ഫോസ്ഫറസ് ഹാസ് എ ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ. ഞാൻ ചെറിയൊരു ഐഡിയ വരച്ച് കാണിച്ചുതരാം. ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ, ഒരു ബെൻസീൻ റിങ് ഇങ്ങനെയല്ല. യെസ്, ഹെക്സഗണൽ ലെയർ സ്ട്രക്ചറാണ്. നോക്ക്, ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ. ഓക്കെ, ഏതാണ് ഇങ്ങനെ വരച്ചാൽ മതി. ഹെക്സഗണൽ ലെയർ സ്ട്രക്ചറാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പിന്നെ ഇതേപോലെ ലെയറാണ് കേട്ടോ. ലെയർ ബൈ ലെയർ ആയിട്ടുണ്ടാവും. ഞാൻ അധികം വരക്കണില്ല. ഇതിൻ്റെ എല്ലാ കോർണറിലും പി അടയാളപ്പെടുത്തുക. പി കണ്ടല്ലോ, എല്ലാ കോർണറിലും പി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ നടുക്കുള്ള പിക്ക് 3 ബോണ്ടില്ലേ, ബാക്കിയുള്ളതിന് 3 ബോണ്ട് ഇട്ടാൻ വേണ്ടി ഇങ്ങനെ ചെരിച്ച് വരക്കുക കേട്ടോ. ചെരിച്ച് വരക്കുക. ഓക്കെ, ഇതാണ് ഏതിൻ്റെ? ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ. ഓക്കെ.